ആവേശം എന്ന ചിത്രത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ദിലീപ് ചിത്രമായ പവി കെയർ ടേക്കർ മൂന്നാമത്തെ ദിവസം കടന്നുപോയിരിക്കുകയാണ്. ചിത്രത്തിന്റെ 3 ദിവസത്തെ വീക്കെൻഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മൂന്നാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് 1.25 കോടിക്കും 1.5 കോടിക്കും ഇടയിലാണ് ഈ ഒരു ചിത്രത്തിന് നേടാൻ വേണ്ടി സാധിച്ചത്. അങ്ങനെ 3 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 3.5 കോടിയോളമാണ് ചിത്രത്തിന്റെ വീക്കെൻഡ് കളക്ഷൻ. എന്നാൽ ഫഹദ് ഫാസിലിന്റെ ആവേശം എന്ന് പറയുന്ന സിനിമ മൂന്നാം ഞായറാഴ്ച 18-ാം ദിവസം ഞെട്ടിക്കുന്ന കളക്ഷനാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത്. 3.5 കോടിക്കും 4 കോടിക്കും ഇടയിലാണ് ചിത്രത്തിന്റെ 18-ാം ദിവസത്തെ ഞായറാഴ്ചയിലെ കളക്ഷൻ. ആദ്യ വീക്കെൻഡിൽ 3 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും പവി കെയർ ടേക്കർ നേടിയെടുത്ത 3.5 കോടിയുടെ കളക്ഷനാണ് ഒറ്റ ദിവസങ്ങൾ കൊണ്ട് 18-ാമത്തെ ദിവസം ആവേശം എന്ന് പറയുന്ന സിനിമ മലർത്തിയടിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഓക്കെ എന്ന് പറയുന്ന പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയിട്ടും ജനപ്രിയ നായകന്റെ സിനിമയ്ക്ക് തിയേറ്ററിൽ വലിയ ഓളം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് തിയേറ്ററിൽ നിന്നും അതുപോലെ തന്നെ ബുക്ക് മൈ ഷോ ആപ്പിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. തുടരെ തിയേറ്ററിൽ ആളെ കൂട്ടി പൊളിച്ചടുക്കുകയാണല്ലോ ഫഹദ് ഫാസിൽ ആവേശം എന്ന ചിത്രത്തിലൂടെ. ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം 25 ലക്ഷത്തിന് മുകളിൽ ആളുകളാണ് ഇതിനോടകം തന്നെ ടിക്കറ്റ്സുകൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബുക്ക് മൈ ഷോ ആപ്പിൽ 1 ലക്ഷത്തോളം ആളുകൾ റിവ്യൂസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ കുറച്ച് സിനിമകൾക്ക് മാത്രമേ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ 1 ലക്ഷത്തിന് മുകളിൽ റിവ്യൂസും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളൂ. ആ ഒരു പട്ടികയിലാണ് ആവേശം എന്ന് പറയുന്ന സിനിമയും ഇടം പിടിച്ചിരിക്കുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ്, പ്രേമലു, ആടുജീവിതം, ഇപ്പോൾ ആവേശം എന്നീ സിനിമകൾക്ക് മാത്രമേ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം 1 ലക്ഷത്തോളം റിവ്യൂസും കാര്യങ്ങളെല്ലാം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മളുടെ പരിമിതമായ അറിവ് വെച്ചാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. മറ്റേതെങ്കിലും സിനിമകൾ 1 ലക്ഷത്തോളം റിവ്യൂസും കാര്യങ്ങളെല്ലാം ബുക്ക് മൈ ഷോ ആപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പവി കെയർ ടേക്കർ എന്ന് പറയുന്ന ദിലീപ് സിനിമയ്ക്ക് തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം വിജയം കൈവരിക്കാൻ സാധിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.